ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ സമയത്ത് നമ്മുടെ സൈനിക നേതൃത്വം എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്. ലോകത്തെ യുദ്ധരീതികൾ മാറുന്നു, അതിനനുസരിച്ച് നമ്മളും മാറേണ്ടതുണ്ട്. ഇത് പറഞ്ഞ് മാസങ്ങൾ പിന്നിടുമ്പോൾ ലോകത്തെ തന്നെ തന്ത്രപ്രധാനമായ 2 അതിർത്തികളിൽ ഇന്ത്യൻ സൈന്യം സൈനിക അഭ്യാസം നടത്തുകയാണ്. ഒന്ന് ഇന്ത്യ പാക് അതിർത്തിക്കടുത്തുള്ള ഗുജറാത്ത് തീരത്തും രാജസ്ഥാന്റെ പടിഞ്ഞാറൻ അതിർത്തിയിലുമായിട്ടാണ് ഇന്ത്യൻ സേന അണിനിരക്കുന്നത്. തൃശൂൽ എന്ന് പേരിട്ടിരിക്കുന്ന ഈ അഭ്യാസം ഒക്ടോബർ 30 മുതൽ നവംബർ 10 വരെയാണ് നടക്കുന്നത്. ഇനി രണ്ടാമത്തേത് പൂർവ പ്രചണ്ഡ് പ്രഹർ. നവംബർ 11 മുതൽ 15 വരെ നടക്കുന്ന ഈ അഭ്യാസം അരുണാചലിലെ ചൈനീസ് അതിർത്തിക്കടുത്തുള്ള മെച്ചൂക്കയിലാണ് നടക്കുക. പാകിസ്ഥാന്റെയും ചൈനയുടെയും അതിർത്തിയിൽ ഇന്ത്യ സൈനിക ശക്തി തെളിയിക്കുന്നുവെന്ന് സാരം. സൈനികർക്കും വെടിക്കോപ്പുകൾക്കും അപ്പുറം യുദ്ധരീതികളും തന്ത്രങ്ങളും മാറിയിരിക്കുന്നു. അതിനനുസരിച്ച് രാജ്യത്തെ ആർമിയെയും നേവിയെയും എയർഫോഴ്സിനെയും വികസിപ്പിക്കുന്നതിനും അവരുടെ ശക്തി പരീക്ഷിക്കുന്നതിനുമാണ് ഈ അഭ്യാസങ്ങളിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. 3 സേനകളെയും ഒരേ സമയം കോർത്തിണക്കി പരസ്പരം കൃത്യമായ ആശയവിനിമയം നടത്തി പല വിധത്തിൽ ഒരേ സമയം ശത്രുവിനെ ആക്രമിക്കാൻ ഈ അഭ്യാസങ്ങളിലൂടെ ഇന്ത്യൻ സേന പരിശീലിക്കും. പാക് അതിർത്തിക്കടുത്ത് നടക്കുന്ന തൃശൂരിൽ 50,000 സൈനികർ, INS വിക്രാന്ത്, INS ജലാശ്വ, കടലിൽ നിന്നും ആയുധങ്ങളും വാഹനങ്ങളും കരയിലെത്തിക്കുന്ന ലാൻഡിംഗ് ക്രാഫ്റ്റ് യൂട്ടിലിറ്റി വെഹിക്കിൾസ്, മുങ്ങിക്കപ്പലുകൾ, എയർഫോഴ്സിന്റെ 40 യുദ്ധവിമാനങ്ങൾ എന്നിവ പങ്കെടുക്കും. പാകിസ്ഥാനുമായി തർക്കത്തിലുള്ള സർക്രീക് നദിയിലേക്കും തൃശൂർ നീളുമെന്നാണ് റിപ്പോർട്ടുകൾ. ചൈനീസ് അതിർത്തിക്കടുത്ത് നടക്കാൻ പോകുന്ന പൂർവ്വ പ്രചണ്ഡ് പ്രഹർ അതിനിർണായകമായ ഒന്നാണ്. അരുണാചലിലെ കാലാവസ്ഥയിൽ സ്പെഷ്യൽ ഫോഴ്സസ്, അൺമാൻഡ് പ്ലാറ്റ്ഫോംസ്, പ്രിസിഷൻ സിസ്റ്റം എന്നിവ അണിനിരത്തിയാണ് അഭ്യാസം നടക്കുക. കൂടാതെ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് കേന്ദ്രങ്ങളെയും പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിപ്പിക്കും. ഫുൾ സ്പെക്ട്രം വാർഫെയർ, അതായത് കര, കടൽ, ആകാശം, സൈബർ സാങ്കേതിക വിദ്യ എന്നിങ്ങനെ എല്ലാ മേഖലകളെയും സമന്വയിപ്പിച്ചുള്ള ആക്രമണം, ഇതാണ് പൂർവ്വ പ്രചണ്ഡ് പ്രഹറിലൂടെ നമ്മുടെ സൈന്യം പരീക്ഷിക്കുന്നത്. ചൈന അതിർത്തിയിൽ നിന്ന് വെറും 30 കിലോമീറ്റർ മാത്രം അകലെയുള്ള മെച്ചൂക്കയിൽ നടത്തുന്ന ഈ അഭ്യാസത്തോടെ ഇന്ത്യയുടെ കരുത്ത് ചൈന കൂടി തിരിച്ചറിയും. ഇവിടെ ആകാശമാർഗം എയർഫോഴ്സും കരമാർഗം ആർമിയും അഭ്യാസം നടത്തുമ്പോൾ കടലിൽ നിന്ന് മലനിരകളിലെ ലക്ഷ്യങ്ങൾ ഭേദിക്കാൻ നേവിയും ഒപ്പം ചേരും. വിവിധ പ്രതലങ്ങളിലും കാലാവസ്ഥയിലും ഒരേ സമയം പോരാടാനും കരയും കടലും ആകാശവും അതേസമയം കൈപ്പിടിയിലൊതുക്കാനും ഈ അഭ്യാസങ്ങൾ നമ്മളെ പ്രാപ്തമാക്കും. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പോരാട്ടങ്ങൾ, പ്രത്യേകിച്ച് ഡ്രോൺ വാർഫെയർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള നിരീക്ഷണം, സാറ്റലൈറ്റ് ഉപയോഗിച്ചുള്ള ആശയവിനിമയ സംവിധാനം എന്നിവയുടെ മൂർച്ച കൂട്ടാനും നമുക്ക് സാധിക്കും. പുതിയ തന്ത്രങ്ങൾ, പുതിയ വിദ്യകൾ, പുതിയ രീതികൾ എന്നിവ സൈന്യം പരിശീലിക്കും. ശരിക്കും പറഞ്ഞാൽ ഏത് സമയത്തും ഏതൊരാക്രമണത്തിനും ഇന്ത്യ റെഡിയായിരിക്കും.